നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റ വിവാദങ്ങളും ഒടുവിൽ ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമുള്ള തീരുമാനങ്ങളും. ഞങ്ങൾ MLA-മാരെല്ലാം ഒറ്റക്കെട്ടാണ്, പാർട്ടി ചെയർമാൻ്റെ തീരുമാനത്തിനൊപ്പം എല്ലാവരും ഒന്നിച്ചുണ്ടാകും. ഇതാണ് ജോസ് കെ മാണി ഇന്നലെ പറഞ്ഞ കാര്യം. ഇതിനിടയിൽ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ച ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ 12 സീറ്റിലാണ് കേരള കോൺഗ്രസ് മത്സരിച്ചത്. മുന്നണി അനുവദിച്ചത് 13 സീറ്റാണെങ്കിൽ കൂടിയും 12 സീറ്റിലാണ് അവർ മത്സരിച്ചത്. പക്ഷേ ഇത്തവണ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് 15 സീറ്റ് എന്നതാണ് കേരള കോൺഗ്രസിൻ്റെ വാദം. യാതൊരു രീതിയിലും ഒരുപക്ഷെ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് 15 സീറ്റ്. കേരള കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലേക്ക് പോയാൽ CPI നേതൃത്വം അതിന് വഴങ്ങുമോ, അത് കാത്തിരുന്ന് കാണണം. പക്ഷേ 15 സീറ്റ് എന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണോ കേരള കോൺഗ്രസ് പയറ്റുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണ് കേരള കോൺഗ്രസിൻ്റെ ഈ നീക്കം? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം കേരള കോൺഗ്രസിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ എന്ത് തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണുള്ളത് എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം. ആദ്യം 15 സീറ്റ് എന്ന ആവശ്യം കേരള കോൺഗ്രസ് ഉന്നയിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാഗമാണോ നോക്കാം. അതായത് 15 സീറ്റ് ഒരു സമ്മർദ്ദ തന്ത്രമോ എന്ന ചോദ്യം നമുക്ക് ഉന്നയിക്കേണ്ടി വരുന്നത് സാധാരണ രീതിയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുന്നണിയിൽ അത്ര പെട്ടെന്ന് സാധ്യമല്ലാത്ത ഒരു നമ്പറാണ് 15. ഈ 15 സീറ്റ് എന്ന നമ്പർ മുന്നോട്ട് വെക്കുന്നതിലൂടെ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ തർക്കങ്ങളുടെ സാധ്യത കേരള കോൺഗ്രസ് മുന്നിൽ കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ എല്ലാ മുന്നണി ചർച്ചകളിലും സീറ്റ് ചർച്ചകളിലും എപ്പോഴും കൂടുതൽ വാദം ഉന്നയിച്ചു വെച്ച് പിന്നീട് വഴങ്ങുക എന്നൊരു പൊതു ശൈലിയാണ് നമ്മൾ കാണുന്നത്. അത്തരമൊരു നീക്കത്തിൻ്റെ ഭാഗം മാത്രമാണോ 15 സീറ്റ് എന്ന ആവശ്യം? അതിനപ്പുറം മറ്റെന്തെങ്കിലും സാധ്യത ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസ് മുന്നിൽ കാണുന്നു എന്ന ചോദ്യം പ്രസക്തമായി വരികയാണ്. മറ്റൊന്നുകൂടിയുണ്ട്. സീറ്റ് ചർച്ചയിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഉടക്ക് മുന്നിൽ കണ്ടാണോ ജോസ് കെ മാണിയുടെ ഈ നീക്കം എന്നതുകൂടി പ്രസക്തമാവുകയാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഉടക്ക് വന്നാൽ അത് ഒരു മുന്നണി മാറ്റ സാധ്യതകളിലേക്ക് ഇനിയും എന്തെങ്കിലും അവശേഷിപ്പുകളുണ്ടോ, അത്തരം സാധ്യതകളുണ്ടോ എന്ന കാര്യം കൂടിയുണ്ട്. അതായത് സഭാ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം ഇപ്പോഴും ജോസ് കെ മാണിക്ക് മുന്നിലുണ്ടോ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്. സഭാ നേതൃത്വത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും ജോസുമായി ചർച്ചകൾ നടത്തുന്നുണ്ടോ? ഈ സാധ്യതകളും തള്ളിക്കളഞ്ഞുകൂടാ. കാരണം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുമ്പും പലപ്പോഴും നടന്നിട്ടുണ്ട്. കാരണം നേതാക്കൾ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കവും നടക്കുന്നില്ലെന്ന് പ്രഖ്യാപിക്കുമ്പോഴും പിന്നണിയിൽ വലിയ രാഷ്ട്രീയ ചരടുവലികൾ നടന്ന അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. മുമ്പ് കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങളുടെ ലയനമുണ്ടായതുപോലും ഇത്തരമൊരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ പിൻപറ്റിക്കൊണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി എന്തും പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നലത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇങ്ങനെ ഒരു മുന്നണി മാറ്റം എന്ന അജണ്ടയിലില്ല എന്ന് പറഞ്ഞ് ജോസ് കെ മാണി വ്യക്തത വരുത്തിയെങ്കിൽ കൂടിയും കോൺഗ്രസ് നേതാക്കളുടെ ചരടുവലികൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരിപ്പോഴും ജോസിനെ ആഗ്രഹിക്കുന്നു, ജോസിനെ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ചില നേതാക്കളെങ്കിലും അത് പറയുന്നുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ജോസ് കെ മാണിയുമായി ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പുറമേക്ക് പറയുന്നുണ്ടെങ്കിലും പിന്നണിയിൽ പക്ഷേ അതല്ല സംഭവിച്ചിരിക്കുന്നത്. മറ്റു പല നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധേയമാവുന്നത് കത്തോലിക്ക സഭാ നേതൃത്വത്തിൻ്റെ സമ്മർദ്ദമാണ്. കാരണം ജോസ് കെ മാണിയുടെ പാർട്ടി ഇടതുമുന്നണി ബന്ധം ഉപേക്ഷിക്കണം എന്ന വാദം കത്തോലിക്ക സഭയിലെ പല ബിഷപ്പുമാർക്കുമുണ്ട്. ചിലരത് പരസ്യമാക്കിയിട്ടുണ്ട്, ചിലരത് രഹസ്യമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വാദം, ഈ ഒരു സമ്മർദ്ദം ജോസ് കെ മാണിക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ സമ്മർദ്ദത്തെ അതിജീവിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ജോസ് കെ മാണിക്ക് ഈ സമ്മർദ്ദത്തെ മറികടന്ന് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അത് നമുക്കതിലേക്ക് വരാൻ വിശദമായി. എന്തായാലും ഒരു കാര്യം കൂടിയുണ്ട്. ഇനിയും അവശേഷിക്കുന്ന ഒരു ചോദ്യം, ജോസ് കെ മാണി നിലപാട് മാറ്റിയാൽ എല്ലാ MLA-മാരും ഒപ്പമുണ്ടാകുമോ എന്നൊരു വിഷയം കൂടി അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സമ്മർദ്ദ പ്രതിസന്ധി നീക്കങ്ങളുണ്ട്. ഇതിനിടയിലാണ് 15 സീറ്റ് ആവശ്യം കൂടി ചർച്ചയിൽ ഉയർന്നു വരുന്നത്. എന്താണ് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിൻ്റെയും ഈ രാഷ്ട്രീയ നീക്കം? ഈ രാഷ്ട്രീയ തന്ത്രത്തിൽ മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ? വിശദമായി പരിശോധിക്കാം. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്നലെ ജോസ് കെ മാണി മുന്നണി മാറ്റ അജണ്ടകൾ, മാധ്യമ സൃഷ്ടി, അതിനപ്പുറം ഒന്നുമില്ല എന്ന് വ്യക്തമായി പറയാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അതിൽ വ്യക്തതക്കുറവ് അവശേഷിക്കുന്നുണ്ടോ എന്ന ഒരു വിഷയമുണ്ട്. അതിനുമപ്പുറം 15 സീറ്റ് എന്ന ആവശ്യം അതൊരു സമ്മർദ്ദതന്ത്രമായി മാറാനുള്ള സാധ്യതയുണ്ടോ? ഒരുപക്ഷേ സീറ്റ് ചർച്ചയിൽ ഉടക്കി മുന്നണി ബന്ധം ഉപേക്ഷിച്ച രാഷ്ട്രീയ ചരിത്രം കേരളത്തിൽ പലവട്ടം പല കാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. സജിത്ത്, തീർച്ചയായും സമ്മർദ്ദ തന്ത്രമാണ് എന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. 2, ഉടക്കി ഇപ്പോൾ മുന്നണി മാറുമോ? രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കാം. പക്ഷേ ഇന്നലെ കേരള കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ എടുത്തൊരു തീരുമാനം ഇപ്പോൾ ഒരു മുന്നണി മാറ്റം വേണ്ട എന്നുള്ളതാണ്. അതവർ
യാതൊരു ചർച്ചയും നടത്താതെ വേറൊരു മുന്നണിയുമായും ചർച്ച നടത്താതെ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് എന്ന് നമുക്ക് കരുതാൻ വയ്യ. കാരണം അതിനു മുൻപ് ഇവിടെ എന്താണ് നടന്നത് എന്നുള്ളത് റോഷി അഗസ്റ്റിൻ ഒപ്പം തന്നെ പ്രമോദ് നാരായണനൊക്കെ ഇടതുമുന്നണിക്കൊപ്പം തുടരുമെന്ന് പരസ്യമായി ഒറ്റയ്ക്ക് പ്രഖ്യാപിച്ചതുൾപ്പെടെ ഇവിടെ കണ്ടതാണ്. അതിനു മുൻപ് നടന്ന രാഷ്ട്രീയമാണ് കഴിഞ്ഞ ഒരാഴ്ച നടന്നത്. എന്തായാലും 15 സീറ്റ് എന്നുള്ള ആവശ്യത്തിലേക്ക് കേരള കോൺഗ്രസ് എം ഇന്നലത്തെ യോഗത്തിൽ ഉയർന്ന ഒരു ആവശ്യമായി അവതരിപ്പിക്കുന്ന സമ്മർദ്ദമാണ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിൽ മത്സരിക്കുന്ന കേരള കോൺഗ്രസ് എം ഇത്തവണ ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ച കാലം മുൻപ് തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ജോസ് കെ മാണി പറഞ്ഞത് തങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് 13 സീറ്റാണ്, അതിലൊന്ന് കുറ്റിയാടി CPM-ന് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതായത് തങ്ങൾക്ക് 13 സീറ്റ് തന്നെയാണ് കിട്ടിയത്. ആ 13 സീറ്റ് തന്നെ ഇത്തവണ വേണം എന്ന ആവശ്യം മാത്രമാണ് വെച്ചത്. അങ്ങനെയാണ് അതിന് പിന്നാലെയാണ് ഈ വലിയ രാഷ്ട്രീയ നാടകങ്ങളെല്ലാം കേരള കോൺഗ്രസിൽ നടക്കുന്നത്. അതിന് പിന്നാലെ ഒരു യോഗം ചേർന്ന് ഉടൻ തന്നെ ആ 13 എന്നുള്ള ആവശ്യം പറഞ്ഞിരുന്ന ജോസ് കെ മാണി പെട്ടെന്ന് അത് 15 ആക്കുന്നു എന്നുള്ളത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രം തന്നെയാണ്. അതിന് ഇന്നലെ അവർ ചൂണ്ടിക്കാണിച്ച ചില വാചകങ്ങൾ കൂടി നമ്മൾ എടുത്ത് വായിച്ചാൽ മതി. തങ്ങളുടെ ഡിമാൻഡ് കൂടിയിരിക്കുന്നു, UDF ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, ചർച്ച നടത്തി എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്. അപ്പോൾ ആ കൂടിയ ഡിമാൻഡ് കൂടിയ കേരള കോൺഗ്രസ് എമ്മിനെയാണ് ഇന്നലെ കണ്ടത്. അങ്ങനെയാണ് 13 സീറ്റിൽ നിന്ന് അവർ 15 സീറ്റ് എന്ന ആവശ്യം ഉള്ള ഒരു പാർട്ടിയായി ഭാരതത്തിൽ മാറുന്നത്. ജോസ് കെ മാണി തന്നെ പത്രസമ്മേളനത്തിൽ ഇടയ്ക്ക് പറയുന്നുണ്ട് 15 കിട്ടുമോ എന്നറിയില്ല, പക്ഷെ എന്നിരുന്നാൽ തന്നെയും 15 സീറ്റ് എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുകയാണ്. എടുത്തു കാണേണ്ട സജിത്ത്, കഴിഞ്ഞ തവണ 12 സീറ്റിൽ അവർ മത്സരിച്ചെങ്കിലും സംസ്ഥാനത്തൊട്ടാകെ ഇടത് തരംഗം ഉണ്ടായപ്പോഴും പല സീറ്റുകളും CPM-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന പല സീറ്റും കൊടുത്താണ് ഈ 5 സീറ്റിൽ എങ്കിലും ജയിക്കാൻ അവർക്ക് കഴിഞ്ഞത്. ഇപ്പൊ റാന്നി സീറ്റ് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്, ആ സീറ്റാണ് അവർ വിജയിച്ചെടുത്തത്. തൊട്ടിപ്പുറത്ത് പാല പോലുള്ളിടത്ത് കടുത്തുരുത്തി പോലെ ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചങ്ങനാശ്ശേരിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാലങ്ങളായി നടക്കുന്നത്. CF തോമസിന് ശേഷം നടന്ന ഒരു പോരാട്ടത്തിൽ അവിടെ ജയിച്ചു ജോബ് മൈക്കിൾ, ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ ജയിച്ചു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചാലക്കുടി സീറ്റ്, ആ ചാലക്കുടി സീറ്റ് ഇടതുമുന്നണി കാലങ്ങളായി ജയിച്ചിരുന്ന സീറ്റാണ്, ആ സീറ്റാണ് അവർ കൊടുത്തത്. പെരുമ്പാവൂർ സീറ്റ് അങ്ങനെ ഒരു സീറ്റാണ്, സാജു പോളൊക്കെ തുടർച്ചയായി ജയിച്ചു വന്നിരുന്ന ഒരു സീറ്റാണ്. അവിടെയാണ് പരാജയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണ് രാഷ്ട്രീയ സാഹചര്യം. അതായത് 13 സീറ്റ് ഉണ്ടായിട്ടും CPM-ന്റെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ ഫലത്തിൽ നഷ്ടപ്പെടുത്തുന്ന നിലയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 13 സീറ്റ് തന്നെ പരമാവധിയാണ് എന്ന നിലയിൽ ഒരു പക്ഷത്ത് CPM നിൽക്കുമ്പോഴാണ് ഈ 15 സീറ്റ് എന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വരുന്നത് എന്നുള്ളത് തീർച്ചയായും സമ്മർദ്ദതന്ത്രം തന്നെയാണ്. അത് ഇപ്പോഴത്തെ സമീപകാല രാഷ്ട്രീയം മാത്രം ഉന്നം വെച്ചത് കൊണ്ടാണോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, സമീപകാല രാഷ്ട്രീയം ഉന്നം വെച്ച് ഇങ്ങനെ ഒരു സമ്മർദ്ദം ഇറക്കുകയാണെങ്കിൽ പോലും ഒരു മുന്നണി മാറ്റം സാധ്യമാകാതെ പോയത് ആ പാർട്ടിക്കുള്ളിലെ അന്തഃഛിദ്രങ്ങളാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അതിൽ 5 MLA-മാരുള്ള പാർട്ടിയിൽ 3ഓളം MLA-മാർ മുന്നണി മാറ്റ തീരുമാനത്തിനെതിരെ നിലപാടെടുത്തതാണ് ജോസ് കെ മാണിയെ പ്രതിസന്ധിയിലാക്കിയത് എന്നുള്ളത് ഇന്നലത്തെ ചർച്ചയിലടക്കം ഫലത്തിൽ നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊരു ഗതിയില്ല എന്നുള്ള അവസ്ഥയാണ്. സജിത്ത് നേരത്തെ ചൂണ്ടിക്കാണിച്ച VD സതീശന്റെ പരാമർശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, അവരുമായി ഞങ്ങളൊരു ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത്. രണ്ടാമത്തെ വരിയാണ് ഏറ്റവും ശ്രദ്ധേയമായ, കേരള കോൺഗ്രസിനെ ഇത്രയധികം സംരക്ഷിച്ചുകൊണ്ട് നൽകുന്ന ഒരു പ്രതികരണമാണ് രണ്ടാമത്തെ വരി. അതായത് ആ പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യാൻ ഞങ്ങളില്ല. അതായത് ഇടതുമുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു രഹസ്യ ചർച്ച നടത്തുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതല്ല എന്ന ചിന്തയോടുകൂടിയാണ് VD സതീശൻ, പ്രതിപക്ഷത്ത് നിൽക്കുന്ന VD സതീശൻ ഒരു പ്രതികരണം നടത്തി എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നലത്തെ യോഗമായിരുന്നു നിർണായകമാകേണ്ടിയിരുന്നത്. അത് ആഴ്ചകൾക്ക് മുൻപ് ആ ഒരു യോഗം ഫലത്തിൽ തീരുമാനിക്കപ്പെടുമ്പോൾ തന്നെ കേരള കോൺഗ്രസിലെ പല MLA-മാരും അസ്വസ്ഥരായിരുന്നു. ഇതൊരു മുന്നണി മാറ്റം, പ്രത്യേകിച്ച് ഇന്നലത്തെ യോഗത്തിലടക്കം ചില ഇടങ്ങളിലെങ്കിലും CPM തങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നലത്തെ യോഗം ഒരുപാട് അംഗങ്ങൾ ഒരുപാട് ഇടത്ത് നിന്ന് വിമർശനമുണ്ടാകുകയും CPM-ന്റെ വോട്ട് ഇത്തവണ ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തോൽവി ഉണ്ടായത് എന്ന വിലയിരുത്തലിലേക്കൊക്കെ പോകേണ്ട ഒരു യോഗമായിരുന്നു. ഇത് മുൻകൂട്ടി കണ്ട് ആ പാർട്ടിയിലെ തന്നെ ചില MLA-മാർ നടത്തിയ നീക്കങ്ങളാണ് ഫലത്തിൽ ഒരു ഭിന്നതയിലേക്ക് ഉണ്ടാകുകയും
ഒറ്റക്കെട്ടായി മുന്നണി വിടാൻ കഴിയില്ല എന്ന നിലപാട് എന്ന ബോധ്യത്തിലേക്ക് ജോസ് കെ മാണിയെ എത്തിക്കുകയും ചെയ്തത്. ഫലത്തിൽ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് ഡിമാൻഡ് കൂടി, അതുകൊണ്ട് 15 സീറ്റ് ചോദിക്കുന്നു എന്നൊക്കെ ഒരു നാടകം വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് അപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു നിലയിലേക്ക് CPM പോകാനുള്ള സാധ്യത നമുക്ക് ഇപ്പോൾ കരുതാൻ വയ്യ. ഒരു സമ്മർദ്ദ തന്ത്രമായി തങ്ങളുടെ ഡിമാൻഡ് കൂടിയ കേരള കോൺഗ്രസായി അവർ പൊതുസമൂഹത്തിൽ അവരെ ഉയർത്തിക്കാട്ടുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് കരുതേണ്ടി വരും. സജിത്ത്. എന്തായാലും ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമ്മർദ്ദ രാഷ്ട്രീയം ഇതിന് പിന്നിലുണ്ട്. പക്ഷേ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ തൽക്കാലം CPM അവരെ ചേർത്ത് കൊണ്ടുപോവുക എന്ന ലൈൻ തന്നെയാണ്. ശ്രീജിത്ത് തുടരുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.